ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ മിഠായിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഇതിനെന്താ മിഠായിക്ക് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കർമ്മകരെന്ന് പറയും തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. നാട്ടിലൊക്കെ അങ്ങനെ പറയാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ മിഠായി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത്, ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതേ കപ്പിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുറുകി, അതായത് നമ്മളെ ഒരു നൂൽ പരുവം പറയില്ല, ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം. ഇത് അധികം പൊടികളോ അങ്ങനെ കരടൊന്നും ഇല്ലാതെ കരടുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് എടുത്തോ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി കുറുകി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾ പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ്. കണ്ടില്ലേ, ഇതുപോലെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അതേ കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു എണ്ണ തടവിയിട്ടുള്ള പ്ലേറ്റിൽ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ടയായി പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലേറ്റിൽ മാറ്റട്ടെ. നല്ല ചൂടുണ്ട് ഇപ്പം. പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് സ്പൂണ് കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. കൈ ഒന്ന് നനച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ഉരുട്ടയാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇതുപോലെ കുറച്ച് സ്പൂണിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ കൈ അധികം പൊള്ളാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാം അതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കൂ, ചിലതൊക്കെ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിലത് ഇതുപോലെ പേപ്പറിൽ നമ്മൾ മിഠായിയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൊസ്റ്റാൾജിയ നമുക്ക് അപ്പോഴാണല്ലോ കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സാധാരണ ഇതാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടോടെ ഇതുപോലെ ബോൾസ് ആക്കി ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ എടുക്കണം. അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.